UDF പ്രകടന പത്രിക പുറത്തിറക്കി. പൊന്നാനി നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നവീന കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക UDF പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ടൗൺ ഹാൾ, മത്സ്യമാംസ മാർക്കറ്റ്, ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ, മാലിന്യ സംസ്കരണവും ശുചിത്വവും ജലസംരക്ഷണവും വെള്ളക്കെട്ട് നിവാരണവും, ഗതാഗതം, റോഡ് വികസനം, കായികം, വിനോദം, ടൂറിസം തുടങ്ങി നിരവധിയായ കാഴ്ചപ്പാടുകളാണ് പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 വർഷത്തെ LDF ഭരണം നരകതുല്യമാക്കിയ നഗരസഭയെ മാതൃകാ നഗരസഭയാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. മികച്ച നഗരമാക്കാൻ ദീർഘവീക്ഷണത്തോടെ അടുത്ത 5 വർഷത്തെ വികസനം എങ്ങനെയാകണമെന്ന് മനസ്സിലാക്കിയാണ് പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുമെന്നുള്ള ആലക്കോടായാലും നന്നമുക്കായാലും പെരുമ്പടപ്പായാലും വെളിയങ്കോടായാലും മാറുന്നില്ലല്ലോ. പൊന്നാനി മുനിസിപ്പാലിറ്റി ഇത്തവണ നമ്മൾ വിജയകിരീടം അണിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങളുടെ മുഖത്തുള്ള പ്രസരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, മുനിസിപ്പാലിറ്റി നല്ല ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ച് കയറാൻ പോവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ശബരിമല അയ്യപ്പനെ അടക്കം കക്കാൻ ശ്രമിച്ച ഗവൺമെന്റ്, അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി പിണറായി വിജയൻ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിക്കുന്ന മുസ്ലിം വിരുദ്ധത പറഞ്ഞു വരുത്തുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ജനങ്ങൾ ഇവിടെ അണിനിരന്നിരിക്കുന്നു. ആ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. 15 മണിക്കൂർ കൊണ്ട് ശബരിമലയിൽ നിന്ന് ചെന്നൈക്ക് എത്തേണ്ട സ്ഥലത്ത് 1 മാസം 9 ദിവസം എടുത്തു ഈ പൂർത്തിയത് എത്തിക്കാൻ. അതിനകത്ത് എല്ലാ കച്ചവടങ്ങളും നടന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്തപ്പോൾ പിന്നെ 4.5 കിലോ കുറവ്. ഇത് സമ്പൂർണ്ണമായിട്ട് ഈ സർക്കാർ തട്ടിപ്പ് നടത്തുകയാണ്. ഇതൊരു ഓർഗനൈസ്ഡ് റൂട്ടാണ്. അപ്പൊ ഇതിനെതിരെ നമ്മുടെ ജനമനസ്സുകൾ തിരിയണം. അത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പോരായ്മയാണ്. മുൻ രാജ്യസഭാ അംഗം C. ഹരിദാസ്, PT. അജയ് മോഹൻ, KPCC സെക്രട്ടറി KP. നൌഷാദ് അലി, മുനിസിപ്പൽ UDF ചെയർമാൻ കടവനാട് മുഹമ്മദ്, കൺവീനർ M. അബ്ദുൽ ലത്തീഫ്, A. പവിത്രകുമാർ, ഫർഹാൻ BM എന്നിവർ സംസാരിച്ചു.